പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. വ്യാഴാഴ്ച പകൽക്കാലം അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തി. കരം ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഒന്ന് ഓർത്ത് നോക്കി. കഴിഞ്ഞ ഫ്രൈഡേ മുതൽ ഈ ഫ്രൈഡേ പ്രഭാതം വരെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. എല്ലാ നന്മകൾക്കും എല്ലാ ദാനങ്ങൾക്കും കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവ് എത്ര നല്ലവനാണ്, കർത്താവ് എത്ര വിശ്വസ്തന, കർത്താവ് മതിയായവൻ. നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ അനുദിനം വർദ്ധിച്ചു. കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. കാൽവരി ക്രൂശിൽ നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടതിനായിട്ട് സ്തോത്രം. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് തന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം. നമ്മുടെ ഉള്ളിൽ പകർന്ന നിത്യജീവനായി സ്തോത്രം. ആമേൻ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് സ്തോത്രം. അബ്ബാ, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതായിരിക്കാൻ സ്തോത്രം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തത ഞങ്ങളോടുള്ളത് വലുതായിരിക്കാൻ സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അങ്ങയുടെ ദയ മാറാത്തതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കൈകളെ ഉയർത്തിപ്പിടിച്ച് പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവിക സന്തോഷം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർ മേൽ ദൈവിക സമൃദ്ധി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ മേൽ ദൈവിക ആരോഗ്യം വ്യാപരിക്കട്ടെ. ആമേൻ. ശത്രുവിൻ്റെതായ സകല പദ്ധതികളും നസ്രയനായ യേശുവിൻ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇന്ന് ദൈവിക സന്തോഷം കൊണ്ട് നിറയണം. കർത്താവിൻ്റെ പ്രത്യേക കൃപ ഇവരുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഇവർ ചെയ്യുന്ന സകലത്തിലും കർത്താവിൻ്റെ ഫേവർ ഇന്നത്തെ പകൽക്കാലം എക്സ്പീരിയൻസ് ചെയ്യുവാൻ സഹായിക്കണം. അങ്ങയുടെ രക്തത്താൽ വീണ്ടും വിടുവിക്കപ്പെട്ട അങ്ങയുടെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവിക നന്മകൾ ഇവർ അനുഭവിച്ച് മുന്നേറുന്ന ഒരു പകലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇവരെ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഇവരെ നിറയ്ക്കണമേ. ഇവർ അത്ഭുത വിഷയമായി മാറണം. എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവിക വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ആമേൻ. ജോലികളിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക സഹായം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഭവന നിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ ഉള്ള എല്ലാ ഡിലേസും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവേ, ആമേൻ. സ്വന്തമായൊരു ഭവനമില്ല, ഭവനം പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള മുഖാന്തരങ്ങൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്നെ തുറന്നു കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് നന്ദി. കർത്താവ് അവരെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. ദൈവിക ദാസന്മാരെ ദാസിമാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇന്ന് നടക്കുന്ന ആമേൻ എല്ലാ സഭായോഗവും അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സഭായോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ മഹത്വത്താൽ നിറയപ്പെട്ട സഭായോഗമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ മറയ്ക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കുക. പ്രാർത്ഥനയോടുകൂടെ വന്ന് പങ്കെടുക്കുക. കർത്താവ് ധാരാളമായിട്ട്
അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് സങ്കീർത്തനത്തിൽ നിന്നുമാണ്. സങ്കീർത്തനം അതിൻ്റെ 35 സങ്കീർത്തനം 27 വാക്യം. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ച് ആനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. ലെറ്റ് ദ ലോർഡ് ബി മാഗ്നിഫൈഡ് വിത്ത് ഹാഡ് പ്ലഷർ ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് സെർവൻറ്റ്. ആമേൻ. ദൈവം മക്കളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ദൈവം. അതാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. ദൈവമക്കളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്ന ദൈവം. നമുക്ക് കർത്താവിനെക്കുറിച്ച് നല്ല അറിവുള്ളത് നല്ലതാണ്. ഈ ദൈവം നമ്മുടെ സ്നേഹനിധിയായ അപ്പനാണ്. കരമുയർത്തി പറ, ഈ ദൈവം എൻ്റെ സ്നേഹനിധിയായ ദൈവം. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എൻ്റെ പിതാവാകുന്നു. അപ്പം ഈ അപ്പനെക്കുറിച്ച് പറയുന്നത് അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൻ നമ്മളോട് സ്നേഹമാണ്. ഏത് സ്നേഹമുള്ള അപ്പനും തൻ്റെ മക്കളുടെ അഭിവൃദ്ധിയിൽ സന്തോഷത്തിലാണ് സന്തോഷിക്കുന്നത്, അല്ലേ? അവർ നന്മ അനുഭവിക്കുന്നത് കാണുമ്പോഴാണ് അപ്പന്മാർ സന്തോഷിക്കുന്നത്. മക്കളുടെ സന്തോഷമാണ് അപ്പന്മാർക്ക് സന്തോഷമെന്ന് പറയുന്നത്. മക്കളുടെ നന്മയാണ് സന്തോഷമെന്ന് പറയുന്നത്. അപ്പോൾ 3 യോഹന്നാൻ്റെ ലേഖനം 1 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്താ നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നറിയാമോ? ഈ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ ഓർത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ആമേൻ, കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ഭൂമിയിൽ ജീവിക്കണം. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകണം. ആമേൻ. നമ്മുടെ മുമ്പിൽ ദൈവിക വാതിലുകൾ തുറക്കപ്പെടണം. നമ്മൾ ഫലപ്രദമായി തീരണം. ഇതൊക്കെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മുടെ അപ്പന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം ഇന്നതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായത്തിൽ യേശു പറഞ്ഞു, കള്ളം വരുന്നതിന് വേണ്ടിയാണ് അറപ്പാൻ, മുടിപ്പാൻ, നശിപ്പിക്കുവാൻ, കൊല്ലുവാനൊക്കെയാണ് കള്ളം വരുന്നത്. അതായത് കള്ളൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് കാണിച്ചത്? എനിമി, ശത്രുവിനെയാണ് കാണിച്ചത്. ശത്രു എന്തിനു വേണ്ടിയാണ് വരുന്നത്? ശത്രു നമുക്ക് നന്മ തരുവാനല്ല വരുന്നത്. എന്നാൽ യേശു വന്നതോ നമുക്ക് ജീവൻ തരുവാൻ, സമൃദ്ധിയായ ജീവൻ തരുവാൻ, ദൈവിക സന്തോഷം തരുവാൻ, ദൈവിക സമാധാനം തരുവാൻ, സ്വസ്ഥത തരുവാനാണ് യേശു വന്നത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ മനസ്സിൽ തോന്നും, കർത്താവ് ഇടയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടാകും നമ്മൾ കുറച്ചിരുന്ന് കരഞ്ഞോട്ടെ, നമ്മൾ ദുഃഖിച്ചോട്ടെ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടാകും എന്ന് നമുക്കൊരു തോന്നല്. അത് നമ്മുടെ അപ്പയെക്കുറിച്ചുള്ള ആ തികഞ്ഞ ബോധ്യത്തിൻ്റെ കുറവ്. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവനാ നമ്മുടെ പിതാവ്. യേശുവിനെ ഈ ക്രൂശും മരണത്തിന് ഏൽപ്പിച്ചത് നമ്മളോടുള്ള, എന്നോടുള്ള, നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം. അപ്പം ആ സ്നേഹത്തോടെ യേശുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മുടെ സകല കഷ്ടതകളും നീക്കുവാൻ, ശാപങ്ങൾ നീക്കുവാൻ, രോഗങ്ങൾ നീക്കുവാൻ, പാപത്തിൻ്റെ ഭാരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ, പാപത്തിൻ്റെ ശക്തിയെ നമ്മളിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ നമുക്ക് സകലതും തരാതിരിക്കുമോ? എവരിതിങ് വിൽപ്പിക്കുവാൻ. അവൻ അതുകൊണ്ട് അവൻ നമുക്കെല്ലാം തരുന്ന ദൈവമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നാമത് അത് വിശ്വസിക്കണം. വിശ്വസിക്കണം. ദൈവിക സമൃദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവം സമൃദ്ധി തരുന്നവനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. 2, ആമേൻ, ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായിരിക്കും. അവൻ യെശയ്യാവിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ 19 വാക്യത്തിൽ വാക്യമുണ്ട്, നിങ്ങൾ കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരാണെങ്കിൽ എന്തു ചെയ്യും? ദൈവിക നന്മകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ 1, നമ്മൾ വിശ്വസിക്കണം. 2, നമ്മൾ ദൈവവചനം കേട്ടനുസരിക്കണം. 3, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ ഉത്സാഹികളായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഉത്സാഹികളുടെ കൈ സമ്പത്തുണ്ടാക്കുമെന്നാണ് സദൃശവാക്യം 10 അധ്യായത്തിൻ്റെ 4 വാക്യം. അപ്പം നമ്മളെ ഏത് പരിപാടി ചെറുതായിരിക്കാം വലുതായിരിക്കും, നമ്മളെ ഏൽപ്പിച്ചതിൽ നമ്മൾ എന്തായിരിക്കണം? ഉത്സാഹമുള്ളവരായിരിക്കണം. അതിന് 4 പോയിന്റ് എന്താ? നമ്മൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. ആമേൻ. സദൃശവാക്യം 3 അധ്യായത്തിലുണ്ടല്ലോ 9-10 വാക്യങ്ങൾ. ആമേൻ. ദൈവത്തെ നിൻ്റെ സകല ധനം കൊണ്ടും നിൻ്റെ എല്ലാ വിളവിൻ്റെ ആദ്യ ഫലം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കുന്നവരായിരിക്കണം. അപ്പോൾ അതുകൂടാതെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ പറയണം. അവൻ കർത്താവ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്, കർത്താവ് ഉയർത്തുന്ന ദൈവമാണ്, കർത്താവ് മാനിക്കുന്ന ദൈവമാണ് എന്ന ഒരു ബോധ്യം, വിശ്വാസം നമുക്കുണ്ടാകണം. അത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരികയും ചെയ്യണം. ഒരു കാര്യം ഇവിടെ പറയാം, അതായത് നമ്മൾ
കൊടുക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം, മറ്റുള്ളവരെ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആമേൻ ആമേൻ നന്മകളെ ചൊരിയുവാൻ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റ് നമ്മുടെ ആഗ്രഹമായിരിക്കണം. പറഞ്ഞു മുൻപേ നീ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഞാൻ നിനക്ക് സകലതും തരാം, ഇതെല്ലാം ഈ വരുന്ന വിഷയം ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം എന്നൊരു കാഴ്ചപ്പാടുണ്ടാകും, കർത്താവിൻ്റെ സഭ എന്നൊരു ആഗ്രഹമുണ്ടാകും, ദൈവരാജ്യം വളരണം, സഭ ശക്തി പ്രാപിക്കണം എന്ന ഒരാഗ്രഹം ഉണ്ടാകും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കുക, നിങ്ങൾ ആരുമില്ലായ്മയിൽ ജീവിക്കുവാനോ നശിച്ചു പോകാനോ അല്ല കർത്താവ് നമ്മളെ വിളിച്ചത് മുന്നേറുവാൻ, നമ്മളെ വിളിച്ചത് അഭിവൃദ്ധി പ്രാപിക്കുവാൻ, നമ്മളെ വിളിച്ചത് ഈ ഭൂമിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുവാനും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ആമേൻ ആമേൻ ഏത് ചെറിയ സാഹചര്യത്തിലാണെങ്കിലും ആമേൻ കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുക, നിങ്ങളുടെ കൈകൾ അഭിവൃദ്ധി കൊണ്ടുവരും. ആമേൻ. നിങ്ങളുടെ അധ്വാനം അത്ഭുതമായും വർദ്ധിച്ച് അതിനകത്ത് ദൈവിക ആമേൻ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും. ആമേൻ. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ കർത്താവ് സാധ്യമാക്കി തരും. ആമേൻ. നിങ്ങൾ ആമേൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുന്നവരായിരിക്കും. എല്ലാ സ്റ്റാഗ്നേഷനും, അതായത് ഒരേ അവസ്ഥയിലിരിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയാ നിങ്ങൾ മുന്നേറുന്ന ദിവസങ്ങളായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേലിരുന്ന് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഫലം കൊണ്ടുവരികയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് വിശ്വാസത്തിൽ ആമേൻ ആമേൻ വിശ്വസിക്കുക, വിശ്വാസത്തിൽ തന്നെ നടക്കുക, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. കരങ്ങളെ ഉയർത്തി പറഞ്ഞ് അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും തന്മയ്ക്കാരൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.